നമസ്കാരം, വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ആ പാലത്തിൽ നിന്ന് ഒരാൾ താഴെ പോയിട്ട് 4 ദിവസം കഴിഞ്ഞു. 5ാമത്തെ ദിവസത്തിലേക്ക് കടക്കുവാണ്. ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. ആളിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ വെള്ളാരംകുത്തിലും ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് ഈ കാണുന്ന ഈ ഭാഗമെല്ലാം വെള്ളം കയറി പോകുന്ന സ്ഥലങ്ങളാണ്. 1-2 വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ എല്ലാം വെള്ളം കയറും. പണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. അതിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പണ്ട് വളരെ സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വെള്ളാരംകുത്തിൽ. അപ്പോൾ ഇതിന് കുറുകെ ഇത് നമുക്ക് ശരിക്കും വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടായിരിക്കുക എന്നുള്ള പേരിലാണ് ഇത് നിർമ്മിച്ചത്. ഇതുപോലത്തെ 3-4 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വരുന്നതിന് മുന്നേ ഒന്നും ഇവിടുത്തെ വീടുകളിൽ അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ട ഈ സ്ഥാനത്തിൽ ഇങ്ങനെ വന്ന് ഈ കമ്പും ഇതെല്ലാം കൂടെ അടിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളം നിറയും. ഇതാ കടയിലൊക്കെ വെള്ളം കയറുന്നതാണ്. ഇതാ കാണുന്ന കടയിലൊക്കെ വെള്ളം കയറുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ 3-4 ഉണ്ട് മേളിലെ ആളുകളുടെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം കേട്ടോ പോകുന്ന വഴിക്ക്. ഈ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറുന്ന കേട്ടോ. ഇത് ഇവിടുത്തെ അംഗൻവാടിയുടെ ഓപ്പോസിറ്റുള്ള വീട് കേട്ടോ. ഈ വീട്ടിലൊക്കെ ഇത്തവണ വെള്ളം കയറിയതാ. അപ്പോൾ അതെ ഈ കാണുന്ന കേട്ടോ നമ്മുടെ 2ാമത്തെ ചെക്ക് ഡാം. ഇതിന് വരുന്നതിന് മുന്നേ ഈ വെള്ളമൊക്കെ ഇതിലെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആ കരയെല്ലാം എടുത്തു പോയി അതിലെ വെള്ളം കയറി ഇങ്ങനെ ഈ റോട്ടിൽ കൂടെ എല്ലാം കയറി ഇതിലൊക്കെ കയറി വരും. അപ്പോൾ നമ്മുടെ ഈ ചെക്ക് ഡാമിൻ്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ, ഈ വഴിപണി കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്കിവിടെ ഇത്രയും വെള്ളപ്പൊക്കം രൂക്ഷമായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തോടിന് തന്നെ 7 കലുങ്കുണ്ട്. 7 കലുങ്കും നിർമ്മിച്ചേക്കുന്ന ആ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് ശരിക്കും. നമ്മളിവിടെ നാട്ടിലുള്ളവരൊക്കെ അന്ന് പറഞ്ഞാണ് പണി നടക്കുന്ന സമയത്തൊക്കെ. പക്ഷെ അവർ അന്ന് അതൊന്നും വകവച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം വരുന്നു, അത് വന്ന് നേരെ ഇവിടെ വന്നാണ് ഇടിക്കുന്നത്. പണ്ട് തൊഴുകിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ ഈ സൈഡ് പറ്റി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ കലുങ്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇതിലങ്ങ് കയറി അങ്ങ് പോകും. പണ്ട് ഈ തോട് ഒഴുകിക്കൊണ്ടിരുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ കലുങ്ക് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകുന്നത്. വെള്ളത്തിന് സ്വാഭാവികമായിട്ട് ഒഴുകി പോകാനുള്ളൊരു ഇതില്ലാതായി. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ വെള്ളം ഇവിടെ കമ്പിക്കുന്നത്. ഇതിപ്പോൾ അത് ആളുകളെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് അത് അത്രയെങ്കിലും വെള്ളം ഒഴുകുന്നത്. ഇല്ലെങ്കിൽ അത് നിറഞ്ഞിട്ട് അതിൻ്റെ അടിയുടെ വെള്ളമേ ഒഴുകില്ല. അതുകൊണ്ട് അതിൻ്റെ അങ്ങ് കരയൊക്കെ കണ്ടോ, അവരുടെ പറമ്പായിരുന്നത്, അതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേറൊരു നിർമ്മിതി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ റോഡിൻ്റെ സൈഡ് കെട്ടാണിത്. ഈ കാണുന്ന തോടുമായിട്ട് ഇത്രേ അകലേ ഉള്ളൂ. ഇതേ ഇവിടെ കൊണ്ടുവന്ന് ആ കെട്ട് നിർത്തിയേക്കുവാണ്. ഇങ്ങോട്ട് അത് മുട്ടിച്ചിട്ടില്ല. ഇങ്ങോട്ട് മുട്ടിച്ച് ഈ സൈഡ് കെട്ടിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത് ഇവിടം വരെ വെള്ളം കയറും. ഒറ്റ മഴ പെയ്താലും ഇവിടം വരെ വെള്ളം കയറും. ഇത് ഇങ്ങനെ ആ റോഡിൻ്റെ ഇതേ ലെവലിൽ മേളിൽ നിന്ന് ഒരു തോട് ഒഴുകി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ തോട്ടിലെ വെള്ളവും കൂടെ ആകുമ്പോൾ ഇവിടെ നമുക്ക് കടക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മുട്ടിന് മേളിൽ അത്രയും പൊക്കത്തിന് വെള്ളം ഇവിടെ കയറും ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു കലുങ്കോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇടുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മൾ പറയാനല്ലാതെ അവരൊന്നും അതിനെക്കുറിച്ച് അംഗീകരിക്കുന്നൊരു ഇത് വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്ക് ഇതിലെ കടന്നു പോകാനോ ഒരു വണ്ടി അങ്ങോട്ട് പോകാനോ ഒന്നും സാധിക്കില്ല. വണ്ടി വരുന്നവരെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വണ്ടി ചുമന്നുകൊണ്ട് വരുന്നത്. ബൈക്ക് അക്കരെ നിക്കരയ്ക്ക് ചുമന്ന് നടത്തുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആട്ടോ ഇട്ടേക്കുന്നത്. അത് ഇവിടെയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ ചെക്ക് ഡാമുകൾ പൊളിച്ചു കളയാന്നുള്ളതാണ്. ഇവിടുത്തെ ഒട്ടുമിക്കാലും ആളുകൾക്കും ഇതേ ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ഇത് നമ്മുടെ 3ാമത്തെ ചെക്ക് ഡാം കേട്ടോ. മൊത്തം 4 ചെക്ക് ഡാമുണ്ട്. നമ്മുടെ ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ തൊട്ടുള്ള 3 ചെക്ക് ഡാമാണ് കാണിച്ചത്. ഏറ്റവും താഴെ ഒരു ചെക്ക് ഡാമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനേക്കാളും വലിപ്പമുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഇത് അടഞ്ഞിട്ട് ഇത് പിന്നെ അത്രയും പ്രശ്നമില്ല. ഇവിടെ നമ്മൾ വനത്തിൽ നിന്ന് വെള്ളം വരുന്നതിന് തൊട്ടടുത്തായതുകൊണ്ട് വലിയധികം ചവറൊന്നും വന്നാൽ അടിയാറില്ല. പക്ഷെ ഇവിടെ വീടുകൾ ഈ നിരന്ന പ്രദേശത്തുള്ള വീടുകൾ എല്ലാം ഇവിടെ എത്തിയിട്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. വെള്ളം കയറി ഒഴിയേക്കുന്നതാണ്. അവിടുന്ന് ഒരു തോട് വരുന്നുണ്ട്, ഇവിടുന്ന് മെയിൻ തോട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ആ ചാഞ്ഞ് കിടക്കുന്നിടത്തോടെ എല്ലാം വെള്ളം കയറി ഒഴുകി പോയതാണ് കേട്ടോ. ആ നിരപ്പത്ത് 3-4 വീടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അവിടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ. അതോടൊപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ AC തടാകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് വേനൽക്കാലമായിരുന്നു. ഇന്നിപ്പോൾ ഈ മഴ ആയി കഴിഞ്ഞപ്പം അവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് തൊട്ട് മേളിലായിട്ടാണ് കേട്ടോ അത്. ഈ കാണുന്ന ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ നേരെ മേളിലായിട്ടാണ്
അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അതും കൂടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വാ വാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതിനാലാണ് വീഡിയോ ഇടാൻ വൈകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.